നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാമല്ലോ അല്ലേ? ചെയ്യാം അച്ഛാ, തുടങ്ങിക്കോ. ഓക്കെ അച്ഛാ, താങ്ക് യു. പിതാവും പുത്രനും പരിശുദ്ധ ത്രിയേക ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ പകലിൽ അവിടുത്തെ സാന്നിധ്യം ഞങ്ങളോടൊപ്പം ഇരുന്ന് ഞങ്ങളെ ശക്തീകരിച്ചു. വരുന്ന രാത്രിയിലും ദൈവകൃപയിൽ ഞങ്ങളെ മറച്ചു കൊള്ളണമേ. ഞങ്ങളുടെ അധ്വാനങ്ങളിൽ കൂടെ ഇരിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ അവിടുത്തെ കൃപ സമൃദ്ധമായി ഒഴുകണമേ. ഞങ്ങളെല്ലാവരും ദൈവകൃപയിലും ദൈവിക സ്നേഹത്തിലും നന്മയുടെ സമൃദ്ധിയിലും വളരുവാനിടയാകണമേ. ഞങ്ങളുടെ ഈ പ്രസ്ഥാനത്തെ അവിടുന്ന് സംരക്ഷിച്ച് പുലർത്തണമേ. ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും ദൈവരാജ്യത്തിന്റെ മഹിമയ്ക്കായി തീരണമേ. കർത്താവേ, ഇന്ന് ഞങ്ങൾ തിരുവചനം പഠിക്കുമ്പോൾ അവിടുത്തെ വചനത്തിന്റെ ആഴമേറിയ രഹസ്യങ്ങളെ ഞങ്ങളുടെ രക്ഷാപദ്ധതിയുമായിട്ട് അവയ്ക്കുള്ള ബന്ധത്തെയും ഞങ്ങളുടെ ഉൾക്കണ്ണുകളാൽ ദർശിക്കുവാൻ സംഗതിയാക്കണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ആയത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമമഹത്വത്തിനായിട്ട് തന്നെ. ആമേൻ. ഗുഡ് ഈവനിങ് ടു എവ്രി വൺ. വീഡിയോ ഓണാക്കാൻ പറ്റുന്ന സാഹചര്യം ഉള്ളവർ മാത്രം ഒന്ന് ഓണാക്കുക. ഞാൻ നിർബന്ധമായിട്ടൊന്നും പറയുന്നില്ല, കാരണം പലരും പല സാഹചര്യങ്ങളിലാണല്ലോ. എന്നാലും വീഡിയോ ഓണാക്കാൻ പറ്റുന്നവർ ഓണാക്കിയാൽ അത് നമുക്ക് പരസ്പരം കാണുവാനായിട്ട് പറ്റും. നിർബന്ധമില്ല, പക്ഷെ പല സാഹചര്യങ്ങളിലോ ഒക്കെ ആണെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല. ഞാനൊരു വളരെ ഹമ്പിളായിട്ടുള്ള റിക്വസ്റ്റ് വെക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. കുറച്ച് പേര് സൗകര്യമുള്ളവർ വീട്ടിലൊക്കെ നമുക്ക് വീഡിയോ ഓണാക്കാൻ പറ്റുന്ന ആംബിയൻസിലാണെങ്കിൽ മാത്രം മതിയാവും. അല്ലാതെ നിർബന്ധമൊന്നുമില്ല. നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ കംഫർട്ട് ആണെങ്കിൽ അത് ചെയ്താൽ മാത്രം മതി. അല്ലാതെ ഇറ്റ് ഈസ് നോട്ട് എ മാൻഡേറ്ററി വൺ. ബഹുമാനപ്പെട്ട ആദരണീയനായിരിക്കുന്ന ബിനു അച്ഛൻ, കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, നമ്മള് എബ്രായ ലേഖനത്തിന്റെ പഠന പരമ്പരയിലാണല്ലോ നമ്മൾ ആയിരിക്കുന്നത്. അതിൻ്റെ ആമുഖവും ഒന്നാമത്തെ അധ്യായത്തെക്കുറിച്ചുള്ള പഠനവും കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ നിർവഹിച്ചു. എന്നാൽ അതിനുശേഷം പിന്നീട് നമുക്ക് നൊയമ്പും കഷ്ടാനുവാഴ്ചയൊക്കെ വന്നതുകൊണ്ട് ഒരു മാസം നമുക്ക് ലാപ്സായി. ഇപ്പം നമ്മൾ രണ്ടാമത്തെ ആഴ്ചയിലേക്ക് മൂന്നാമത്തെ ക്ലാസ്സിലേക്കാണ് കടന്നു വന്നിരിക്കുന്നത്. എല്ലാവരെയും ദൈവനാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. രണ്ടാമത്തെ അധ്യായമാണ് ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഹീബ്രൂസ് ചാപ്റ്റർ 2 രണ്ടാമത്തെ അധ്യായമാണ് പഠിക്കാനായിട്ട് പോകുന്നത് എന്നുള്ളത് നമ്മൾക്കെല്ലാവർക്കും അറിയാം. ഞാൻ അധ്യായത്തിൽ 18 വാക്യങ്ങളാണ് മൊത്തത്തിലുള്ളത്. രണ്ടാം അധ്യായത്തിൽ 18 വാക്യങ്ങളാണ് മൊത്തം. There are 18 verses in Hebrews chapter 2. ഞാൻ വളരെ ക്വിക്കായിട്ട് വാട്ട് ആർ ദ മെയിൻ കണ്ടൻസ് ഓഫ് ദിസ് ചാപ്റ്റർ, ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട കണ്ടൻസ് എന്താണെന്ന് വളരെ ക്വിക്കായിട്ട് ഒന്ന് പറയാം. പിന്നീട് വി വിൽ എക്സ്പ്ലോർ ഈച്ച് വൺ ഇൻ ഡീറ്റെയിൽ. ഓരോന്നായിട്ട് നമുക്കത് ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്യാം. ഫസ്റ്റ് വൺ, the author of the letter gives us a strong conviction that we have to pay a close attention to the message of salvation. So anyhow, the chapter contains a message of salvation which we achieved through the redemptive work of Christ. So we have to pay a great attention to the message of salvation. ഒന്നാമത്തെ സന്ദേശം അതാണ്. നമ്മൾ ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന രക്ഷയുടെ വചനത്തിന് ചെവി ഓർക്കണം എന്നുള്ളത്. We have to give heed to the message of salvation, the salvation that we achieved through the redemptive work of Christ. ക്രിസ്തുവിന്റെ വിമോചന പ്രവർത്തനത്തിലൂടെ നമുക്ക് ലഭിച്ചതായ ഇതിന് രക്ഷയുടെ സന്ദേശത്തിന് കാതോർക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ മെസ്സേജ്. രണ്ടാമത്തെ മെസ്സേജ് എന്ന് പറഞ്ഞാൽ the second message is, it is again a repetition of the first chapter. ഒന്നാമത്തെ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ ഒരു റെപ്പറ്റീഷനാണ്. സുപ്രീമസി ഓഫ് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ഹിസ് റോൾ ഇൻ ഹ്യൂമാനിറ്റീസ് റിഡംഷൻ. സുപ്രീമസി ഓഫ് ക്രൈസ്റ്റ് ആൻഡ് ഹിസ് റോൾ ഇൻ ഹ്യൂമാനിറ്റീസ് റിഡംഷൻ. ക്രിസ്തുവിന്റെ അപ്രമാദിത്യം, സുപ്രീമസി, ഒരു പ്രയോറിറ്റി, അവന്റെ സർവാധിപത്യം, ക്രിസ്തുവിന്റെ സർവാധിപത്യം,
ആൻഡ് ഹിസ് റോൾ ഇൻ ഹ്യൂമാനിറ്റീസ് റിഡംഷൻ, മനുഷ്യവർഗത്തിന്റെ വിമോചനത്തിനുള്ള അവന്റെ പങ്കും, ക്രിസ്തുവിന്റെ പങ്കും. അപ്പൊ ക്രിസ്തുവിന്റെ അപ്രമാദിത്യവും ഒരു പരമാധികാരവും, സോവർണിറ്റി എന്ന് പറയും, അതായിരിക്കും കുറച്ചുകൂടെ നല്ല വാക്ക്, സോവർണിറ്റി ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിന്റെ സർവാധികാരവും അതോടൊപ്പം തന്നെ കുലത്തിന്റെ വിമോചനത്തിനായി ഉള്ള ക്രിസ്തു എടുത്ത നിയോഗം, ക്രിസ്തുവിന്റെ റോൾ എന്നുള്ളതാണ്. മൂന്നാമത്തേത്, ക്രൈസ്റ്റ് ബ്രിങ്സ് ഗ്ലോറി ടു ഹിസ് പീപ്പിൾ. ക്രിസ്തു തൻ്റെ ജനത്തിന് മഹത്വം കൊടുത്തു, അല്ലെങ്കിൽ മഹത്വം വരുത്തി എന്നുള്ളതാണ് മൂന്നാമത്തെ ആശയം. ഹി ബ്രിങ്സ് ഗ്ലോറി ടു ഹിസ് പീപ്പിൾ. തൻ്റെ ജനത്തിന് ക്രിസ്തു മഹത്വം കൊടുക്കുന്നു. ഓർ ദ ഗ്ലോറി ഓഫ് ഗോഡ് ഈസ് റിഫ്ലക്റ്റഡ് അപ്പോൺ ദ പീപ്പിൾ ഓഫ് ഗോഡ് ത്രൂ ക്രൈസ്റ്റ് എന്ന് വേണമെങ്കിലും പറയാം. ദൈവത്തിന്റെ മഹത്വം ദൈവജനത്തിന്മേൽ ക്രിസ്തു വഴിയായി എന്ന് വേണമെങ്കിലും പറയാം. അല്ലെങ്കിൽ ക്രിസ്തു ദൈവിക മഹത്വം തന്റെ ജനത്തിന് നൽകി എന്ന് പറയുന്നതിലും ദൈവശാസ്ത്രപരമായിട്ട് വലിയ തെറ്റ് അതിനകത്തിൽ കാണുന്നില്ല. ഇത് 3 കാര്യങ്ങളാണ് ഈ അധ്യായത്തിലെ പ്രധാനപ്പെട്ട കണ്ടന്റ്സ് എന്ന് നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കും. അപ്പോൾ ഞാൻ ആദ്യത്തെ വാക്യം, പ്രത്യേകിച്ച് 2-ാം അധ്യായത്തിന്റെ 1 മുതൽ 9 വരെയുള്ളതായ വാക്യങ്ങൾ നമ്മൾ എടുക്കുമ്പോൾ, 1-ാമത്തെ മുതലുള്ള വാക്യങ്ങൾ നമ്മൾ എടുക്കുമ്പോൾ, എൻ്റെ കയ്യിൽ ഇംഗ്ലീഷും മലയാളവും ബൈബിള് ഉണ്ട്. നിങ്ങളുടെ കയ്യിലും ഉണ്ടാകുമല്ലോ ബൈബിൾ, എന്തായാലും എല്ലാവരുടെയും കയ്യിലുണ്ടാകും. ഞാൻ എന്തായാലും ആദ്യത്തെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ പെട്ടെന്നൊന്ന് വായിക്കാം, മലയാളത്തിൽ വായിക്കാം. അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകും. അപ്പൊ നമ്മൾ കേട്ട വചനം കുറച്ചുകൂടെ മുറുക്കെ പിടിക്കാനായിട്ടുള്ളൊരു ആഹ്വാനമാണ്. ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം സ്ഥിരമായിരിക്കുകയും ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിനും ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തുവെങ്കിൽ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വീര്യപ്രവർത്തികളാലും തൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയും എന്നുള്ളതാണ്. അതിനകത്തിൽ ഇത്ര വലിയ രക്ഷ, അതാണ് ദ മെസ്സേജ് ഓഫ് സാൽവേഷൻ, അതിനെക്കുറിച്ച് പറയും. ഇംഗ്ലീഷിൽ പറയുന്നത് beware of willful negligence. Therefore we must give the more earnest heed to the things we have heard, lest we drift away. For if the word spoken through angels proved steadfast, and every transgression and disobedience received a just reward, how shall we escape if we neglect so great a salvation, which at the first began to be spoken by the Lord and was confirmed to us by those who heard him? God also bearing witness with the signs and wonders, with various miracles and gifts of the Holy Spirit according to his own will. ചെറിയ പരിഭാഷയിൽ ചെറിയ വ്യത്യാസം ഉണ്ട് എന്നുള്ളതുള്ള കാര്യം ഒന്ന് തന്നെയാണ്. പക്ഷെ ആ വാക്യങ്ങളുടെ ഓർഡറിൽ ചെറിയ വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും വന്നിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ്. അപ്പൊ ഇവിടെ 1-2 കാര്യങ്ങൾ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതായിട്ട് പ്രധാനമായിട്ടുണ്ട്. ആദ്യം പറയുന്നത്, അതുകൊണ്ട് നമ്മൾ കേട്ട വചനത്തിന് കുറച്ചുകൂടെ ശ്രദ്ധ കൊടുക്കണമെന്നാണ് പറയുന്നത്. ഞാൻ ആദ്യമേ ഓർപ്പിച്ചല്ലോ, ദിസ് എപ്പിസ്റ്റൽ ഈസ് അഡ്രസ്ഡ് ടു ദ ഡയസ്പോറ ജ്യൂസ്. യഹൂദന്മാര് ക്രിസ്തുവിശ്വാസം സ്വീകരിച്ചവർ പലയിടങ്ങളിൽ ചിതറിപ്പാർക്കുന്ന ഡയസ്പോറ ജ്യൂസിന് വേണ്ടിയിട്ടാണ് എഴുതുന്നത്. അതുകൊണ്ട് അവർക്കൊരു റിമൈൻഡർ ആണ്. ഫസ്റ്റ് ചാപ്റ്ററിന്റെ കണ്ടിന്യൂവേഷൻ ആണ്. ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞു ക്രൈസ്റ്റ് ഈസ് ദ സേവിയർ, ഹി ഈസ് സുപ്പീരിയർ ദാൻ ഓൾ ദ ഏഞ്ചൽസ്, ഹി ഈസ് ദ ഓൺലി ബിഗോട്ടൺ സൺ ഓഫ് ഗോഡ് എന്നുള്ളതെല്ലാം പറഞ്ഞിട്ട് പറയുകയാണ്. അതുകൊണ്ട് therefore എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. therefore we must give heed to the word of God. അതുകൊണ്ട് വചനത്തിന് നിങ്ങൾ ശ്രദ്ധയോടെ ചെവി കൊടുക്കണം എന്ന് പറയുകയാണ്. അതിനുശേഷം വീണ്ടും പറയുകയാണ്, ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്തത് നടക്കുമെന്ന് നമ്മൾ വിശ്വസിച്ചിട്ടുണ്ടല്ലോ. ദ വേർഡ് സ്പോക്കൺ ത്രൂ ദ ഏഞ്ചൽസ്. അവിടെ നമ്മൾ ഒരു പഴയ നിയമ റെഫറൻസിലേക്ക് ഒന്ന് പോകണം. ബിക്കോസ് ദ ജൂയിഷ് പീപ്പിൾ ബിലീവ് ദാറ്റ് മോസസ് ഗോട്ട് ദ കമാൻഡ്മെന്റ്സ് ത്രൂ ദ ഏഞ്ചൽസ്. അവരുടെ യഹൂദന്മാരുടെ ഒരു വിശ്വാസം, തൽമൂദിൽ അവർ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്,
God is the supreme most high. So a normal human creature cannot have a direct access towards the divinity of God. So there needs a mediator. And the angel from the heaven descended upon the Mount Sinai and he was communicated to Moses എന്നാണ് അവർ വിശ്വസിച്ചിരുന്നത്. സാധാരണക്കാരനായ മോശയ്ക്ക് ഒരിക്കലും ദൈവത്തോട് മുഖാമുഖം കാണുവാനായിട്ട് പറ്റുകയില്ല. അതുകൊണ്ട് ഒരു ദൂതൻ മുഖാന്തരം 10 കൽപ്പനകൾ അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രമാണങ്ങൾ മോശയ്ക്ക് കിട്ടിയെന്ന് യഹൂദന്മാരുടെ ട്രഡീഷനാണ്. ഞാനിപ്പോ പറയുന്നത് പുറപ്പാട് പുസ്തകത്തിൽ മോശ ദൈവത്തോട് സംസാരിച്ചതിനെ ഒന്നും ആ ഒരു കോണ്ടെക്സ്റ്റിൽ ഒന്നും അല്ല പറയുന്നത്. വി ആർ സ്പീക്കിംഗ് അബൌട്ട് ദ ബിലീഫ് ഓഫ് ദ ജ്യൂസ്. യഹൂദന്മാർ അങ്ങനെ അവർ വിശ്വസിച്ചിരുന്നു. എന്നിട്ട് പറയുകയാണ്, അങ്ങനെ കിട്ടിയ ന്യായപ്രമാണം തെറ്റിച്ചാൽ അതിന് ശിക്ഷ ഉണ്ടാകുമെന്ന് നമ്മൾ വിശ്വസിച്ചില്ലേ? അപ്പൊ ദൂതന്മാർ മുഖാന്തരം കിട്ടിയ ന്യായപ്രമാണം തെറ്റിച്ചാൽ ശിക്ഷ ഉണ്ടെങ്കിൽ ഏകജാതനായ ക്രിസ്തു മുഖാന്തരം ലഭിച്ചിട്ടുള്ളതായ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങൾക്കും ദൈവം അടയാളങ്ങളും അത്ഭുതങ്ങളും ഒക്കെ പ്രവർത്തിച്ച് നമുക്ക് ലഭിച്ചിട്ടുള്ളതായ ഈ വിശ്വാസത്തിൽ നമ്മൾ അടിയുറച്ച് നിൽക്കണം എന്നുള്ളതാണ് പ്രധാനമായിട്ട് പറയുന്നത്. അപ്പൊ ഈ ദൂതന്മാര് മുഖാന്തരം കൽപ്പനകൾ ലഭിച്ചു എന്നുള്ളതിനെ കുറിച്ച് ഡ്യൂട്രോണമി 33 chapter 2, Acts 7:53 ആൻഡ് ഗലേഷ്യൻസ് ചാപ്റ്റർ 3 verses 19 തുടങ്ങിയ ഇടങ്ങളിലൊക്കെ ചെറിയ ചെറിയ സൂചനകളുണ്ട്. ഈ ഏഞ്ചൽസ് വഴി അവർക്ക് ജൂയിഷ് കമ്മ്യൂണിറ്റിക്ക് കിട്ടുന്ന കൽപ്പനകളെ കുറിച്ച് ചെറിയ ഇൻഡിക്കേഷൻസ് ഉണ്ട്. ആൻഡ് ദ ഫസ്റ്റ് സെഞ്ചുറി church historian Josephus, he was also repeated the same idea in the ancient history. His late antiquities chapter 15 verses 53 അദ്ദേഹം പറയുന്നുണ്ട്, 1-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ചരിത്രകാരനായ ജോസീഫസ് എന്ന് പറയുന്ന ചരിത്രകാരനും യഹൂദന്മാരുടെ ഇടയിൽ ഇങ്ങനെ മാലാഖമാർ വഴി കൽപ്പനകൾ കിട്ടിയിരുന്നു എന്നുള്ളൊരു പ്രമാണം അവരുടെ ഇടയിൽ ഉണ്ട്. അപ്പൊ പറയുന്നത്, the Mosaic law was steadfast and strict. If we take the angel's word seriously, then we must take the word that came by the Son of God even more seriously. അത്രയേ ഉള്ളൂ അതിന്റെ ആശയം. അപ്പം ദൂതന്മാർ മുഖാന്തരം നമുക്ക് കിട്ടിയ പ്രമാണത്തെ, പഴയ നിയമ ന്യായ പ്രമാണത്തെ കാര്യമായി നമ്മൾ ബഹുമാനിക്കുകയും ആചരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ദൈവപുത്രൻ മുഖേന കിട്ടിയ വേർഡ് ഓഫ് ഗോഡിനെ we have to observe them with more seriously. കുറെ കൂടെ ഗൗരവമായിട്ട് അതിനെ പരിഗണിക്കണം എന്നുള്ളതാണ് ആ ഒരു അധ്യായത്തിന്റെ ആ ഒരു 1 മുതൽ 2-ാം അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ള പ്രധാനപ്പെട്ട കാര്യം. അവിടെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അവിടെ പറയുകയാണ്, എങ്കിൽ കർത്താവ് പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവർത്തികളാലും തന്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നത്. അപ്പം അതാണ് വലിയൊരു കാര്യം, പരിശുദ്ധാത്മാവിലൂടെ ലഭിച്ചത്. അത് കേട്ടവര് നമ്മളോട് ഉറപ്പിച്ചു തന്നിരിക്കുക. സോ there was a witness who had witnessed all the salvific ministry of the Christ. അവിടെയാണ്. അപ്പൊ ഈ രക്ഷയെ നമ്മൾ ഗണ്യമാക്കാതെ പോകരുത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പൊ 1-ാമത്തെ സന്ദേശം അതാണ്. പഴയ നിയമത്തിൽ മോശ മുഖാന്തരവും മാലാഖമാർ മുഖാന്തരവും ധാരാളം കൽപ്പന നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആ കൽപ്പന ലംഘിച്ചാൽ ഉണ്ടാകുന്ന ശിക്ഷയെക്കുറിച്ച് നമുക്കറിയാം. എങ്കിൽ പുതിയ നിയമത്തിൽ പുത്രൻ മുഖാന്തരം അരുളി ചെയ്തതും പരിശുദ്ധാത്മാവിനാൽ നമുക്ക് ലഭിച്ചതുമായ ദൈവത്തിന്റെ വചനം ശക്തിയോടെ നമ്മൾ പിടിക്കണം. ആ ഒരു മെസ്സേജ് ഓഫ് സാൽവേഷൻ, ആ രക്ഷയുടെ വചനത്തിന് നമ്മൾ ചെവി കൊടുക്കണം എന്ന് തന്നെ വളരെ ഉറപ്പായിട്ട് ഡയസ്പോറ ജ്യൂസിനോട് അദ്ദേഹം ആവശ്യപ്പെടുകയാണ്. ഇനിയും അതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് വീണ്ടും 5 തൊട്ടുള്ള വാക്യങ്ങളിൽ പ്രധാനമായിട്ട് പറയുകയാണ്. ഇനി ഞാൻ ഇതിന്റെ കൂട്ടത്തിൽ ഒരു ദ ഗ്രേറ്റ് സാൽവേഷൻ എന്ന വാക്ക് ഒന്ന് അടയാളപ്പെടുത്തണമെന്ന് ഞാൻ പറഞ്ഞു. ഈ ഉപേക്ഷിക്കുക, നിങ്ങൾ ഉപേക്ഷിക്കരുത് എന്നാണ് പ്രധാനമായിട്ട് പറയുന്നത്. അപ്പൊ അവിടെ ഈ നമ്മൾ ഈ പ്രത്യേകിച്ച് ഒരു കാര്യം, ഏൻഷ്യന്റ് ഗ്രീക്ക് വേർഡ് ഫോർ നിഗ്ലക്ട് ഈസ് അമൽസ്റ്റൈനസ്. അമൽസ്റ്റൈനസ് എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. നിഗ്ലക്ട് ചെയ്യരുത് എന്നുള്ളതിന്റെ ഗ്രീക്ക് വാക്ക് എമൽസ്റ്റൈനസ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. അത് സെയിന്റ് മാത്യു
ചാപ്റ്റർ 22 വേഴ്സസ് 5-ലും ഇതേ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. സെയിന്റ് മാത്യു ചാപ്റ്റർ 22 5-ലും ഇതേ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഈ വാക്ക് ഇറ്റ് ഈസ് ആൻ ഇൻവിറ്റേഷൻ ടു എ മാരേജ് സപ്പർ. ഒരു മാരേജ് വിരുന്നിലേക്ക്, ഒരു വിവാഹ വിരുന്നിലേക്ക്, ഒരു മാരേജ് ബാങ്ക്വിറ്റിലേക്ക് നമുക്ക് കിട്ടുന്ന വിവാഹ വിരുന്നിനാണ് ഇത് ചോദിക്കുന്നത്. അപ്പോ അതിന്റെ അർത്ഥം, വിരുന്നിന്റെ ക്ഷണം നമുക്കുണ്ട്. വി ഹാവ് ദ ഫ്രീഡം വെദർ ടു ഗോ ഓർ ടു മൂവ് അവേ ഫ്രം ഇറ്റ്. നമുക്ക് അവിടെ പോവാനും അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുവാനുമുള്ള ഓപ്പർച്യൂണിറ്റി നമുക്കുണ്ട്. സോ വി ഹാവ് നെവർ ഡിസ്കാർഡഡ് ഇറ്റ്. അതിനെ തള്ളിക്കളയരുത് എന്നുള്ളതാണ് പ്രധാനമായിട്ട് പറയുന്നത്. അപ്പോ ദിസ് ഈസ് എ വാർണിംഗ് ടു ഡിസ്കറേജ് ടു ദ ഡിസ്കറേജ്ഡ് ക്രിസ്ത്യൻസ്. അപ്പം ഈ ഉത്സാഹമില്ലാത്ത ക്രിസ്ത്യാനികൾ അന്നും ഉണ്ടായിരുന്നു, ഡിസ്കറേജ്ഡ് ക്രിസ്ത്യൻസ് എന്ന് പറയും. അപ്പൊ അങ്ങനെ ഡിസ്കറേജ്ഡ് ആയിട്ടുള്ള ക്രിസ്ത്യൻസ്, വളരെ ലേസി ആയിട്ടുള്ള ക്രിസ്ത്യൻസിനോട്, ജൂയിഷ് ക്രിസ്ത്യൻസിനോട്, ജൂയിഷ് ഡയസ്പോറ ക്രിസ്ത്യൻസിനോട് സെന്റ് പോൾ പറയുകയാണ്. സെന്റ് പോൾ ക്യാൻ ബി കൺസിഡേർഡ് ആസ് ദി ഓദർ. ഞാനങ്ങ് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അദ്ദേഹം എഴുത്തുകാരൻ പറയുകയാണ്, അങ്ങനെ നിങ്ങൾ തെറ്റി ഒഴിഞ്ഞു പോകരുത്, ദൈവവചനം കേൾക്കാതെ പോകരുത്. ഡിസ്കറേജ് ആയിട്ട് നിൽക്കുന്ന ക്രിസ്ത്യൻസിന് ഒരു വാർണിംഗ് മെസ്സേജ് ആയിട്ടാണ് ഈ ഒരു കാര്യം പ്രധാനമായിട്ട് കൊടുക്കുന്നത്. ഇനിയും അത് വളരെ പ്രധാനപ്പെട്ടതാണ്. സോ ഗ്രേറ്റ് സാൽവേഷൻ, ബിക്കോസ് വി ആർ സേവ്ഡ് ബൈ ദ ഗ്രേറ്റ് സേവിയർ, വി ആർ സേവ്ഡ് അറ്റ് ഗ്രേറ്റ് കോസ്റ്റ്, വി ആർ സേവ്ഡ് ഫ്രം എ ഗ്രേറ്റ് പെനാലിറ്റി. നമ്മളെ ഏറ്റവും വലിയ രക്ഷകനാണ് നമ്മളെ വീണ്ടെടുത്തത്. ആൻഡ് വി ആർ സേവ്ഡ് അറ്റ് ഗ്രേറ്റ് കോസ്റ്റ്. വലിയ വില കൊടുത്താണ്, അവന്റെ രക്തം കൊടുത്താണ് നമ്മളെ വിലയ്ക്ക് വാങ്ങിയത്. അതുപോലെ തന്നെ it has a precious price. It is very precious. The value of salvation is very precious. അതുകൊണ്ട് രക്ഷയുടെ വില വളരെ വലുതാണ് എന്നുള്ള ഒരു ബോധ്യം നമ്മൾക്ക് ലഭിക്കുകയാണ്. ഇനിയുള്ള വാക്യങ്ങൾ പ്രധാനമായിട്ട് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. നാം പ്രസ്താവിക്കുന്ന ഭാവി ലോകത്തെ അവൻ ദൂതന്മാർക്കല്ലല്ലോ കീഴ്പ്പെടുത്തിയത്. എന്നാൽ മനുഷ്യനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത്? മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്തുമാത്രം? നീ അവനെ ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി, തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. നിന്റെ കൈകളുടെ പ്രവൃത്തികൾക്ക് നീ അവനെ അധിപതിയാക്കി, സകലവും അവന്റെ കാൽ കീഴാക്കിയിരിക്കുന്നു എന്ന് ഒരുവൻ ഒരു ലക്ഷ്യം പറയുന്നു. സകലവും അവന് കീഴാക്കിയതിൽ ഒന്നിനെയും കീഴ്പ്പെടുത്താതെ വിട്ടിട്ടില്ല. എന്നാൽ ഇപ്പോൾ സകലവും അവന് കീഴ്പ്പെട്ടതായി കാണുന്നുമില്ല എന്ന് പ്രധാനമായിട്ടും ഞാന് അതിന്റെ പ്രത്യേകിച്ചുള്ള റെഫറൻസ് നമുക്കറിയാം. സാംസ് 8 വേഴ്സസ് 4 to 6, 8-ാം സങ്കീർത്തനം 4 മുതൽ 6 വരെയുള്ള ഭാഗങ്ങളാണ് ഇവിടെ ഉദ്ധരിക്കുന്നത്. മനുഷ്യനെ നീ ഓർക്കേണ്ടതിനെന്ത്? നീ അവനേക്കാൾ തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചു. ഇപ്പൊ 8-ാം സങ്കീർത്തനത്തിന്റെ 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളാണ് പ്രധാനമായിട്ട് പറയുന്നത്. അപ്പൊ ഇവിടെ ഹ്യൂമൻ ക്രിയേഷനെ കുറിച്ചാണ് പറയുന്നത്. ഹ്യൂമൻ ക്രിയേഷനെ കുറിച്ച് പറയുക. ദൈവമാണ് ലോകത്തെ സൃഷ്ടിച്ചത് എന്നുള്ള പഴയ നിയമത്തിൽ ഹീബ്രു തിയോളജി, ഹീബ്രു ദൈവശാസ്ത്രം തന്നെ, ആ ഒരു തിയോളജി തന്നെ വീണ്ടും ഒന്നുകൂടെ റീഇൻസ്റ്റേറ്റ് ചെയ്യുക. എന്നിട്ട് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ ദൂതന്മാരിൽ അല്പം ഒരു താഴ്ന്നവനായ യേശു മരണം അനുഭവിച്ചുകൊണ്ട് അവനെ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി നാം കാണുന്നു. സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരിക്കുന്നു എന്ന് പ്രധാനമായിട്ട് പറയുക. നമ്മളൊരല്പം ശ്രദ്ധ കൊടുത്ത് പഠിക്കേണ്ട ഒരു വേദഭാഗമാണ്. 2 കാര്യങ്ങളാണ് ഇവിടെ. ഒന്നാമത്തെ ഭാഗം 5 മുതൽ 8 വരെയുള്ള ഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത്, ഹ്യൂമാനിറ്റി വാസ് ക്രിയേറ്റഡ് ബൈ ഗോഡ്. ദൈവമാണ് മനുഷ്യ സൃഷ്ടിയെ സൃഷ്ടിച്ചത് എന്ന യഹൂദ വിശ്വാസം ഒന്നുകൂടെ അപ്പോസ്തലൻ റീഇൻസ്റ്റേറ്റ് ചെയ്യുന്നു. എന്നാൽ അതേ സമയത്ത് പറയുന്നുണ്ട്, ഈ സൃഷ്ടി നടത്തിയപ്പോൾ ദൂതന്മാരെക്കാൾ അല്പം താഴ്ത്തി. അത് ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, മാലാഖമാരെക്കാൾ അല്പം താഴ്ത്തി, തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചു എന്ന് നമ്മൾ പഴയ നിയമത്തിൽ വായിക്കുന്ന അതേ കാര്യം തന്നെ വെക്കുന്നു. എന്നിട്ട് അതേ രൂപത്തിൽ
ദൈവത്തിന്റെ പുത്രനും അതേ രൂപത്തിലായി. സോ ദ സൺ ഓഫ് ഗോഡ് ഹിംസെൽഫ് റിഫ്ലക്റ്റഡ് ഓർ മാനിഫെസ്റ്റഡ് ഹിംസെൽഫ് ഇൻ ദ ഇമേജ് ഓഫ് എ ഹ്യൂമൻ ബോഡി. അപ്പൊ ദൈവത്തിന്റെ പുത്രൻ ഒരു ഹ്യൂമൻ ബോഡിയുടെ ഇമേജ് എടുത്തു എന്ന് പറഞ്ഞാൽ മാലാഖമാരേക്കാൾ താഴ്ന്ന സ്ഥാനം ദൈവപുത്രൻ എടുത്തു. അതുകൊണ്ടാണ് പറയുന്നത്, എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ. അതാരാണ്? ഇറ്റ് ഈസ് അബൌട്ട് ക്രൈസ്റ്റ്. ക്രിസ്തുവിനെ വേണ്ടി, ക്രിസ്തുവാണ്. ക്രിസ്തു എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പിക്കാൻ ദൂതന്മാരിൽ അല്പം താഴ്ന്നവനായ യേശു എന്ന് പറഞ്ഞാൽ മനുഷ്യാവസ്ഥയിലേക്ക് യേശു ക്രിസ്തു ഇറങ്ങി വന്നു എന്നുള്ളതാണ്. ദൂതന്മാരെക്കാൾ അല്പം താഴ്ന്ന മനുഷ്യാവസ്ഥയിലേക്ക് യേശു ക്രിസ്തു ഹി വില്ലിംഗ്ലി എംപ്റ്റീഡ് ഹിംസെൽഫ്, embrace the humanity which is a kind of which is subordinate to the position of the angels. ഏഞ്ചൽസിന്റെ പൊസിഷന് അല്പം സബോർഡിനേറ്റ് ആയിട്ട് നിൽക്കുന്ന മനുഷ്യ സ്വഭാവം അവൻ സ്വീകരിച്ചു. മരണം അനുഭവിച്ചതുകൊണ്ട് അവന് മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി നാം കാണുന്നു. അപ്പോ ക്രിസ്തുവിന്റെ മരണം അവന് മഹത്വവും ബഹുമാനവും അണിഞ്ഞതായിട്ട് നാം കാണുകയാണ്. സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവിടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു എന്നാ പറയുന്നു. അപ്പം even though he was the creator of the God, he was the person who attracted everyone to the way of light and salvation. He himself emptied and willingly to embrace the cup of death, the cup of suffering എന്നുള്ളതാണ്, for the atonement of the whole human creation. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ആ യേശു ക്രിസ്തു എല്ലാവർക്കും വെളിച്ചവും കൊടുത്ത് സകലത്തിനും കാരണഭൂതനായിരിക്കുന്നവൻ സ്വയം വെറുമയാക്കപ്പെട്ട് സകല മനുഷ്യർക്കും വേണ്ടി അവൻ he was subjected to death എന്നുള്ളത് പ്രധാനമായിട്ട് പറയുകയാണ്. അപ്പൊ അതുകൊണ്ട് പ്രധാനമായിട്ട് അതിന് കൊടുക്കുന്ന പ്രത്യേകിച്ച് ഇംഗ്ലീഷ് വേഴ്സസ് ഫ്രം വേഴ്സസ് 8 and 9 പറയുകയാണ്, for in that he put all in subjection under him, he left nothing that is not put under him. But now we do not yet see all things put under him, but we see Jesus, who was made little lower than angels for the suffering of death, crowned with glory and honor. He, by the grace of God, might taste death for everyone. മരണം ആസ്വദിച്ചു എന്ന് പറയുകയാണ്. ഈ ഒരു റിഫ്ലക്ഷൻ നമ്മുടെ ലിറ്റർജിയിലുണ്ട്. ഉദാഹരണമായിട്ട് പറഞ്ഞാല് നമ്മുടെ ഗുഡ് ഫ്രൈഡേയിലെ സർവീസിൽ പ്രത്യേകിച്ച് അതിൻ്റെ ഒരു പാട്ടിൽ കൂക്കോയോ രാഗത്തിൽ പാടുന്ന പാട്ടിൽ നമ്മൾ പാടുന്നുണ്ട്, മൃതിയെ രുചിച്ചാൻ ദേവേശൻ സ്വമനസ, ശ്രേഷ്ഠത്താൽ അവൻ സ്വമനസാലെ മരണത്തെ രുചിച്ചു, തൻ്റെ പ്രാണൻ വെടിഞ്ഞു എന്ന് നമ്മൾ ഗുഡ് ഫ്രൈഡേയിലെ സർവീസിൽ പാടുന്നുണ്ട്. അതിൻ്റെ ബിബ്ലിക്കൽ റെഫറൻസ് ഈ ഹീബ്രു ഭാഗത്തു നിന്നാണ്. ഞാനിത് സന്ദർഭവശാൽ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. കാരണം നമ്മൾ തിരുവചനം പഠിക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ അതിൻ്റെ ലിറ്റർജിക്കൽ റിഫ്ലക്ഷനൂടെ നമ്മൾ മനസ്സിലാക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് വീണ്ടും വായിക്കുകയാണ്, വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കപ്പെടുന്നവനും എല്ലാം ഒരുവനല്ലോ. പിതാവ് അത് ഹേതുവായി അവൻ അവരെ സഹോദരന്മാർ എന്ന് വിളിപ്പാൻ ലജ്ജിക്കാതെ, ഞാൻ നിന്റെ നാമത്തെ എൻ്റെ സഹോദരന്മാരോട് കീർത്തിക്കും, സഭാമധ്യേ ഞാൻ അവനിൽ ആശ്രയിക്കുമെന്നും ഇതാ ഞാൻ ദൈവവും എനിക്ക് തന്ന മക്കളും എന്ന് പറയുന്നു. അപ്പൊ ഇത് വീണ്ടും ഒരു പഴയ സാംസ് 22 വേഴ്സസ് 22 അതിനകത്തിൽ പറയുകയാണ്, യേശു ക്രിസ്തു താഴ്ന്നിറങ്ങി നമ്മളെ സഹോദരന്മാരെന്ന് വിളിച്ചു എന്നുള്ളതാണ്. ജീസസ് കോൾ അസ് ആസ് ബ്രദ്രൻ. കർത്താവിന്റെ മരണത്തോടുകൂടെ അവന്റെ വിനയപ്പെടുത്തലോടുകൂടെ കർത്താവ് നമുക്ക് സഹോദരനുമായി തീർന്നു എന്നുള്ളതാണ്. ജീസസ് കോൾ അസ് ആസ് ബ്രദ്രൻ. ഇത് പോസ്റ്റ് റിസറക്ഷൻ നറേറ്റീവ്സിലും കാണാം. ഉയർത്തെഴുന്നേൽക്കുന്നതിന് മുമ്പ്, പ്രത്യേകിച്ച് കർത്താവിന്റെ കഷ്ടാനുഭവത്തിന് മുമ്പ്
യോഹന്നാന്റെ സുവിശേഷം 15-16 അധ്യായങ്ങൾ വായിക്കുമ്പോൾ കർത്താവ് പറയുന്നുണ്ട്, ഞാൻ ഇനി നിങ്ങളെ ദാസന്മാരെന്ന് വിളിക്കുന്നില്ല, ഞാൻ നിങ്ങളെ ഇനി സ്നേഹിതന്മാരെന്ന് വിളിക്കുന്നു എന്നുള്ളതാണ് മലയാള പരിഭാഷയിൽ എഴുതിയിരിക്കുന്നത്. ഒറിജിനൽ ഗ്രീക്കിൽ നമ്മൾ സുറിയാനിയിലും വായിച്ചാൽ ആഹായ് എന്നുള്ള വാക്കാ ഉപയോഗിച്ചേക്കുന്നത്. മൈ ബിലവഡ് ബ്രദർ, ഞാൻ ഇനി നിങ്ങളെ സഹോദരങ്ങൾ എന്നാണ് വിളിക്കുന്നത്. ഉയർത്തെഴുന്നേറ്റ നമ്മുടെ ഉയർപ്പിന്റെ ശുശ്രൂഷയിലെ എവങ്കേലിയോൻ ഭാഗത്തും ഇത് തന്നെയാണ് പറയുന്നത്. ഇനി ഞാൻ നിങ്ങളെ ദാസന്മാരെന്ന് വിളിക്കുന്നില്ല, സഹോദരങ്ങൾ എന്ന് വിളിക്കുകയാണ്. സോ ത്രൂ the redemptive work, Christ elevated us to the position of a divine brotherhood. ഒരു ദൈവിക ബ്രദർഹുഡിലേക്ക് കർത്താവ് നമ്മളെ ഉയർത്തി എന്നുള്ള ഒരു വലിയ പ്രധാനപ്പെട്ട കാര്യം. ഇത് തന്നെ മാമോദീസായിലും റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. മാമോദീസായിൽ എനിക്ക് തോന്നുന്ന വെച്ചാൽ നമ്മുടെ കിരീടം വെക്കുന്ന സമയത്തിന് ശേഷമുള്ള ഒരു പ്രാർത്ഥനയാണെന്നും, നിന്റെ ഏകജാതന് സഹോദരനായി തീർന്ന ഇവനെ, അല്ലെങ്കിൽ സഹോദരിയായി തീർന്ന ഇവളെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആഫ്റ്റർ ദ ബാപ്റ്റിസം we are annexed to the brotherhood and sisterhood of Christ. ക്രിസ്തുവിന്റെ സഹോദരനും സഹോദരിയുമാകാനുള്ള ഒരു വിളി, അതൊരു വലിയ വലിയ ദൈവശാസ്ത്രപരമായിട്ട് വളരെ ആഴമേറിയ ഒരു 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 അർത്ഥതലമാണ്. അപ്പോ ഞാൻ നിങ്ങളെ സഹോദരങ്ങൾ എന്ന് വിളിക്കുന്ന ഒരു ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട ഒരു ആശയം. അപ്പൊ ഇവിടെ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, എന്തിനാണ് മനുഷ്യനായത്, എന്തിനാണ് നമ്മളെ സഹോദരങ്ങളാക്കിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബിക്കോസ് വി ഫോളൻ ഫ്രം ദ ഡിവൈൻ ഗ്ലോറി. അത് നമുക്കറിയാം. ദൈവം നമ്മളെ സൃഷ്ടിച്ച ആ മഹത്വ അവസ്ഥയിൽ നമ്മൾ വീണുപോയപ്പോഴാണ് നമ്മളെ രക്ഷിക്കാൻ നമ്മളായിരിക്കുന്ന അവസ്ഥയിലേക്ക് കർത്താവ് വന്ന് നമ്മുടേതായ മനുഷ്യ ശരീരം എടുത്ത് നമുക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് നമ്മളെ സഹോദര പദവിയിലേക്ക് ഉയർത്തി നമുക്ക് നിത്യജീവൻ വാഗ്ദാനം ചെയ്തു, നമ്മളെ തേജസ്സും ബഹുമാനവും അണിയിച്ചു. ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പം ഇതാണ് നമ്മൾ രണ്ടാമത് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, the supremacy of Jesus and his role in humanity's redemption. ക്രിസ്തുവിന്റെ സുപ്രിമസി ഓർ യുണീക്ക്നെസ്, ക്രിസ്തുവിന്റെ അനന്യതയും മനുഷ്യവർഗത്തിന്റെ സാൽവേഷനുള്ള ക്രിസ്തു എടുത്ത എഫേർട്സ്. He became man, he suffered on the cross, he was resurrected and he elevated us to his sonship and brotherhood. പുത്രത്വത്തിലേക്കും സഹോദര പദവിയിലേക്കും നമ്മളെ ഉയർത്തി എന്നുള്ളതാണ്. അതിന്റെ സൂചനയാണ് പഴയ നിയമത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. സങ്കീർത്തനങ്ങൾ 22:22 പ്രത്യേകമായിട്ട് അത് പ്രധാനമായിട്ട് പറയുന്നുണ്ട്. ഇനിയും വീണ്ടും പറയുകയാണ്, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായവരെ ഒക്കെയും വിടുവിച്ചു. അപ്പൊ നമ്മളെല്ലാവരും വി ആർ ഇൻ ഫ്ലഷ് ആൻഡ് ബ്ലഡ്. നമ്മൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് കർത്താവും അതേ അവസ്ഥയിലേക്ക് വന്നു. ഹി ഓൾസോ എംബ്രേസ്ഡ് ദ ഫോം ഓഫ് ബോഡി ആൻഡ് ഫ്ലഷ്, ബ്ലഡ് ആൻഡ് ഫ്ലഷ്. അവനും അതേ അവസ്ഥയിലാക്കിക്കൊണ്ട് വന്ന് ആൻഡ് ഹി ഡിഫീറ്റഡ് the supremacy of the death. അതിനുശേഷം he delivered all of us from the clutches of the death. മരണത്തിന്റെ പിടിയിൽ നിന്നും നമ്മളെ വിടുവിച്ചു. from the slavery of death നമ്മളെ വിടുവിച്ചു. അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അതൊന്നുകൂടെ റീഇൻസ്റ്റേറ്റ് ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അടുത്ത കാര്യം ശ്രദ്ധിച്ചേ, 15-ാമത്തെ വാക്യം, ദൂതന്മാരെ സംരക്ഷണ ചെയ്യുവാനല്ല, അബ്രഹാമിന്റെ സന്തതിയെ സംരക്ഷണ ചെയ്യുവാൻ അത്രേ അവൻ വന്നത്. അപ്പോ ഏഞ്ചൽസിന് വേണ്ടിയിട്ടല്ല ഈ ഒരു ഇൻകാർണേഷൻ നടന്നത്. ദ ഇൻകാർണേഷൻ ഈസ് ഫോർ ദ റിഡംറ്റീവ് വർക്ക് ഓഫ് ദ സീഡ് ഓഫ് എബ്രഹാം. ഈ അബ്രഹാമിന്റെ സന്തതി എന്ന് മലയാളത്തിലാണ് എഴുതിയേക്കുന്നത് കേട്ടോ. ഞാനതിൽ ഇംഗ്ലീഷിൽ അതിന്റെ പരിഭാഷ വായിക്കാം. Inasmuch then as the children have partaken of the flesh and blood, he himself likewise shared in the same, that through death
he might destroy him who had the power of death, that is the devil, and release those who through fear of death were all their lifetime subject to bondage. For indeed, he does not give aid to angels, but he give aid to the seed of Abraham. അത് വളരെ ദൈവശാസ്ത്രപരമായിട്ട് ധാരാളം ആഴമായിട്ട് പോകേണ്ട ഒരു കാര്യമാണ്. സീഡ് ഓഫ് എബ്രഹാം എന്ന് പറയാം, അബ്രഹാമിന്റെ വിത്ത് എന്നുള്ളതല്ല, ദ ഡിസെൻസന്റ് ഓഫ് അബ്രഹാം, അബ്രഹാമിന്റെ സന്തതി പരമ്പര എന്നുള്ളതാണ്. നമ്മൾ ഈ സക്കായിയുടെ വീട്ടിൽ പോയപ്പോൾ, നമ്മൾ പോയപ്പോഴല്ല, യേശു ക്രിസ്തു സക്കായിയുടെ വീട്ടിൽ പോയപ്പോൾ അവന്റെ വീടിനെ അവൻ എനിക്കുള്ളതെല്ലാം വിറ്റ് ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു എന്ന് പറഞ്ഞപ്പോ കർത്താവ് പറഞ്ഞൊരു മറുപടി ഉണ്ട്. എന്താണെന്നറിയാം? ഇവനും അബ്രഹാമിന്റെ മകനാകിയാൽ ഇന്ന് ഈ വീടിന് രക്ഷയുണ്ടാകും. ഇവനും അബ്രഹാമിന്റെ മകനാകിയാൽ ഇന്ന് ഈ ഭവനത്തിന്. അവിടെയാണ് ഈ സീഡ് ഓഫ് അബ്രഹാം എന്നുള്ള കർത്താവ് പറഞ്ഞ അതേ പ്രയോഗം ഇവിടുത്തെ ലേഖന കർത്താവ് എടുത്ത് ഉപയോഗിക്കുക. ദ സെയിം ഫ്രേസ് ഈസ് യൂസ്ഡ് ബൈ ദ ഓഥർ ഓഫ് ഹീബ്രൂസ്. ഇത് കർത്താവ് മനുഷ്യനായത്, യേശുക്രിസ്തു മനുഷ്യനായതും കൊല്ലപ്പെട്ടതും മരിച്ചതും കബറടക്കപ്പെട്ടതും പിശാചിന്റെ അടിമയെ തകർത്തതും എല്ലാം ദൂതന്മാരെ സംരക്ഷണ ചെയ്യാൻ. ഇറ്റ് ഈസ് നോട്ട് ഫോർ ദ ഏഞ്ചൽസ് ബട്ട് ഫോർ ദ സീഡ് ഓഫ് അബ്രഹാം. അബ്രഹാമിന്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത് എന്ന് പറയുകയാണ്. ഇത് ആരോടാ പറയുന്നത്? ഡയസ്പോറ ജ്യൂസ് എന്ന് പറഞ്ഞാൽ യഹൂദന്മാരായിട്ട് ജീവിച്ചവർ, പക്ഷെ ക്രിസ്തു മതത്തിലേക്ക് വന്നവർ. അപ്പൊ അവർക്ക് ഈ രണ്ട് ലീനേജ് ഉണ്ട്. അവർക്ക് ഈ രണ്ട് ലീനേജും വേണം. എന്തിനാണ്? they claimed themselves as the children of Abraham. ഞങ്ങൾ അബ്രഹാമിന്റെ മക്കളാണ്. അങ്ങനെയെങ്കിൽ അബ്രഹാമിന്റെ മക്കളായി നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവപുത്രൻ ഭൂമിയിലേക്ക് വന്നത് എന്ന് യഹൂദ ലീനേജിൽ കൂടെ തന്നെ പോയി ആ ഇൻകാർണേഷനെ സെയിന്റ് പോൾ ഡിഫൈൻ ചെയ്യുക. ഇതൊരു മെത്തഡോളജി. ഇപ്പൊ നമുക്കറിയാം, there is a common ground for interpreting everything. നമ്മളിപ്പം കൊച്ചു പിള്ളേരോട് ഒരു കാര്യം പറയുമ്പം അവർക്ക് അവരുടെ ലീനിയേജിൽ, അവരുടെ ഒരു ഭൂമികയിൽ നിന്നുകൊണ്ട്, ഭൂമിക എന്ന് പറഞ്ഞാൽ കോമൺ ഗ്രൗണ്ട് എന്നുള്ള അർത്ഥമേ ഉള്ളൂ, അതിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ അവരോട് സംസാരിക്കാൻ. ഓരോ കൾച്ചറൽ കോണ്ടെക്സ്റ്റിൽ അതൊരു ബാക്ക്ഗ്രൗണ്ടാണ്. അപ്പോൾ ജൂയിഷ് കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് ഇൻകാർണേഷനെ ഡിഫൈൻ ചെയ്യാൻ എടുത്തിരിക്കുന്ന ഏറ്റവും നല്ല മെറ്റഫറാണ് സീഡ് ഓഫ് എബ്രഹാം, പിന്നെ ദ എക്സിസ്റ്റൻസ് ഓഫ് ഏഞ്ചൽസ്, അതുപോലെ തന്നെ ഈ ആഡംസ് ഫോൾ, ആദാമിന്റെ വീഴ്ചയും റിഡംഷനും എല്ലാം പറയുന്നതും മിസ്സിയാനിക് ഹോപ്പിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഓൾ ദീസ് മെറ്റഫേഴ്സ് ആർ ടേക്കൺ ഫ്രം ദ cultural and the religious milieu of the Jewish religion, and it is beautifully amalgamating or beautifully connecting it with the Christian scenario, which is very relevant for a diaspora Jew who is situated outside the Jewish premises, whereas also giving heed to the word of God. യഹൂദ പ്രവിശ്യയ്ക്ക് പുറത്ത് നിൽക്കുകയും എന്നാൽ യഹൂദ പാരമ്പര്യത്തിന്റെ പശ്ചാത്തലം പിടിക്കുകയും ദൈവവചനം കേൾക്കുകയും ചെയ്യുന്ന ഒരു യഹൂദന് ഞാൻ കേട്ടിരിക്കുന്ന ഈ ദൈവവചനം അബ്രഹാമിന്റെ സന്തതിയെ രക്ഷിക്കാൻ വന്ന ക്രിസ്തു ആണ് എന്നുള്ള ഉറപ്പ് ലഭിക്കാനായിട്ടാണ് ഇത്രയും പഴയ നിയമ സങ്കീർത്തന ഭാഗങ്ങളൊക്കെ എടുത്ത് വളരെ വിശദമായിട്ട് ഇത് എഴുതുന്നത് എന്ന് പ്രധാനമായിട്ട് പറയുകയാണ്. അതുകൊണ്ട് ഇനി 17-ാമത്തെ വാക്യം നമ്മൾ നോക്കിയാൽ മനസ്സിലാക്കുന്നത്, അതുകൊണ്ട് ജനത്തിന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാൻ അവൻ കരുണയുള്ളവനും ദൈവകാര്യത്തിൽ വിശ്വസ്ത മഹാപുരോഹിതനും ആകേണ്ടതിന് സകലത്തിലും തന്റെ സഹോദരന്മാരോട് സദൃശനായി തീരുവാൻ ആവശ്യമായിരുന്നു. താൻ തന്നെ പരീക്ഷിതനായി കഷ്ടം അനുഭവിച്ചിരിക്കാൻ സഹായിപ്പാൻ കഴിവുള്ളവനും ആകുന്നു. അതുകൊണ്ട് 17-18 വാക്യത്തിൽ പ്രധാനമായിട്ട് പറയുന്ന ഒരു കാര്യം ഇതാണ്. സോ ആൻഡ് ജീസസ് ഈസ് ദ ഹൈ പ്രീസ്റ്റ്. അതും ഞാൻ ആദ്യമേ പറഞ്ഞൊരു കാര്യമാണ്. 1-ാമത്തെ അധ്യായത്തിൽ യേശു ക്രിസ്തു ഹൈ പ്രീസ്റ്റ് ആണ് എന്നുള്ളൊരു പ്രധാനപ്പെട്ട ആശയം ഉണ്ടായിരുന്നു. ആ ഒരു എബ്രായ ലേഖനത്തിന്റെ മൊത്തത്തിലുള്ള ഒരു കണ്ടന്റും അതാണല്ലോ, ഹൈലൈറ്റിംഗ് ദ ജീസസ് റോൾ ആസ് എ ഹൈ പ്രീസ്റ്റ്. അതുകൊണ്ട്
ജനത്തിന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാൻ അവൻ കരുണയുള്ളവനും ദൈവകാര്യത്തിൽ വിശ്വസ്ത മഹാപുരോഹിതനും ആകേണ്ടതിന് സകലത്തിലും തന്റെ സഹോദരന്മാരോട് സദൃശനായി തീരുവാൻ ആവശ്യമായി തീർന്നു. അപ്പോ ക്രൈസ്റ്റ് ആസ് ദ ഹൈ പ്രീസ്റ്റ്, എങ്ങനത്തെ ഉള്ള ഹൈ പ്രീസ്റ്റ് ആണ്? ജനത്തിന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തണം. പുരോഹിതനാണ് പഴയ നിയമത്തിൽ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുന്നത്. അത് നമുക്കറിയാം. ലേവ്യ പുസ്തകത്തിൽ പുരോഹിതൻ നിന്നുകൊണ്ട് ഹീസ് ബിസീച്ചിങ് ആൻഡ് റിക്വസ്റ്റിംഗ് അബ്സൊല്യൂഷൻ ഫോർ ഓൾ ദ സിൻസ് ഓഫ് ദ കോൺഗ്രിഗേഷൻ. ഇപ്പോഴും ഞങ്ങൾ അച്ഛന്മാര് പൂസോയ പ്രാർത്ഥന നടത്തുമ്പോൾ അബ്സോൾ മൈ മാനിഫോൾഡ് സിൻസ്, മൈ ഗ്രേറ്റ് ആൻഡ് മാനിഫോൾഡ് സിൻസ് ആൻഡ് ദ സിൻസ് ഓഫ് ദ ഹോൾ കോൺഗ്രിഗേഷൻ എന്നാ പറയുന്നത്. ഏറെയും വലിയവയുമായ എൻ്റെ പാപങ്ങളും വിശ്വാസമുള്ള നിന്റെ ജനത്തിന്റെ പാപങ്ങളും മായ്ക്കണമേ എന്ന് പറയാണ്. മാനിഫോൾഡ് മൈ ഗ്രേറ്റ് സിൻസ് ആൻഡ് ദ സിൻസ് ഓഫ് യുവർ ഫെയ്ത്ത്ഫുൾ വൺസ്. അപ്പൊ അതൊരു വലിയ പ്രധാനപ്പെട്ട പ്രാർത്ഥന. അപ്പം ഇത് പഴയ നിയമത്തിൽ പുരോഹിതൻ ജനത്തിന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാൻ ഒരു ബലി നടത്തുമായിരുന്നു. ഇവിടെ ജനത്തിന്റെ പാപങ്ങളെ മുഴുവൻ വഹിച്ചുകൊണ്ട് കർത്താവ് സ്വയം ആണ്. നമുക്ക് അതിനകത്തിൽ ആഴമായൊരർത്ഥമുണ്ട്. ജീസസ് വാസ് ദ ഹൈ പ്രീസ്റ്റ് and he himself offered as the sacrificial goat എന്നാണ്. he was the scapegoat. അവനാണ് കുഞ്ഞാട്, അവനാണ് ബലി അർപ്പിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഈ കഷ്ടാനുവാഴ്ചയിലെ പ്രാർത്ഥനകൾ ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ, നമ്മൾ വീണ്ടും പാടില്ല. അർപ്പകനും കർമ്മിയും ബലികർത്താവും സ്വീകർത്താവും എല്ലാം നീ തന്നെ. പെസഹയുടെ ദിവസത്തെ പ്രൊമ്യൂൻ സദറായിൽ വന്നതാണ്. ബലികളെ കൈക്കൊള്ളുന്നവനും ബലികളെ സ്വീകരിക്കുന്നവനും സ്വയം ബലിയായവനും എല്ലാം ക്രിസ്തുവാണ്. അപ്പം ഇതെല്ലാം ഓൾ ദ റോൾസ് ആർ ബ്യൂട്ടിഫുള്ളി സിങ്ക്രണൈസ്ഡ് ഇൻ ക്രൈസ്റ്റ്. അതാണ് നല്ല കാര്യം. ക്രിസ്തുവിൽ എല്ലാ റോളുകളും ഒരുമിച്ച് ചേരുന്നു. ഇറ്റ്സ് ബ്യൂട്ടിഫുള്ളി യുണൈറ്റഡ് ഇൻ ക്രൈസ്റ്റ്. അതുകൊണ്ട് ജനത്തിന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാൻ അവൻ കരുണയുള്ളവനും ദൈവകാര്യത്തിൽ വിശ്വസ്ത മഹാപുരോഹിതനും ആകേണ്ടതിന് സകലത്തിലും തന്റെ സഹോദരന്മാരോട് സദൃശ്യനായി തീരുവാൻ ആവശ്യമായിരുന്നു. അതുകൊണ്ട് ആ മഹാപുരോഹിതൻ എന്ത് ചെയ്തു? ഹി ഹിംസെൽഫ് ഐഡന്റിഫൈഡ് വിത്ത് ഹിസ് പീപ്പിൾ. തന്റെ സഹോദരങ്ങളോട്, വിത്ത് ഹിസ് ബ്രദറൻ ഐഡന്റിഫൈ ചെയ്തു. ഇതാണ് പഴയ നിയമത്തിലെ പുരോഹിതനും പുതിയ നിയമത്തിൽ ക്രിസ്തുവിന്റെ പൗരോഹിത്യത്തിന്റെ ധർമ്മവും തമ്മിലുള്ള വ്യത്യാസം. ദർ ഇസ് ദ മേജർ ഡിഫറൻസ് ഓഫ് ദ ഓഫീസ് ഓഫ് ദ പ്രീസ്റ്റ്ഹുഡ് എന്ന് പറഞ്ഞാൽ, പഴയ നിയമത്തിൽ ജനത്തിൽ നിന്ന് ജനത്തിന് വേണ്ടി നിന്നവനാണ്, ഭാഗമല്ലാതെ നിന്നവനാണ്. ഹി ഹാഡ് എ സെപ്പറേറ്റ് യുണീക് പൊസിഷൻ. എന്നാൽ പുതിയ നിയമത്തിൽ യേശുക്രിസ്തു വന്നപ്പോൾ അവൻ പുരോഹിതനായി ജനത്തോട് താതാത്മ്യപ്പെട്ടു. ഹി വാസ് ദ ഹൈ പ്രീസ്റ്റ് ബട്ട് ഹി ഹിംസെൽഫ് ഐഡന്റിഫൈഡ് വിത്ത് ഹിസ് ബ്രദറൻ. അതാണ്, ജനവുമായിട്ട് താതാത്മ്യപ്പെടുന്നു, അവർക്ക് വേണ്ടി അവൻ ബലിയായിത്തീരുന്നു. അതൊരു ബ്യൂട്ടിഫുൾ ഇമേജറിയാണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ഇനി പറയുന്നത് എന്താണ്? താൻ തന്നെ പരീക്ഷിതനായി കഷ്ടം അനുഭവിച്ചിരിക്കയാൽ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ കഴിവുള്ളവനാകുന്നു. അതാണ് അതിന്റെ ഏറ്റവും കംഫർട്ടിംഗ് ആയിട്ടുള്ള ഒരു വേഴ്സ്. ഫോർ ഇൻ ദാറ്റ് he himself has suffered being tempted, he is able to aid those who are tempted. അതുകൊണ്ട് നിങ്ങൾ ക്രിസ്തുമതം സ്വീകരിച്ച് നിങ്ങൾ ഗ്രീസിലോ യൂറോപ്പിലോ എവിടെ നിങ്ങൾ ജീവിച്ചാലും നിങ്ങൾക്ക് പീഡനങ്ങൾ ഉണ്ടാകും. പൗലോസ് അപ്പോസ്തലൻ പറയുന്നതാണ് ടു ഡയസ്പോറ ജൂസ്. അങ്ങനെയുള്ള നിങ്ങൾക്ക് പീഡനങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ പരീക്ഷണത്തിലും പീഡയിലും പ്രലോഭനങ്ങളിലും നിങ്ങളെ സഹായിക്കാൻ കഴിവുള്ളവനാണ് ദൈവം എന്നുള്ളതാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. താൻ തന്നെ പരീക്ഷിതനായി കഷ്ടം അനുഭവിച്ചിരിക്കയാൽ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ കഴിവുള്ളവനാകുന്നു. ഇത് അവർക്കൊരു ഉറപ്പ് കൊടുക്കുക. ഈവൻ ദോ യു ഹാവ് എംബ്രേസ്ഡ് ക്രിസ്ത്യാനിറ്റി, യു ലുക്ക് അറ്റ് ക്രൈസ്റ്റ്. ഹി സഫേർഡ്, ഹി ഹാഡ് ആഗണീസ്, ഹി ഹാഡ് ടെംപ്റ്റേഷൻസ്, ബട്ട് ഹി ഓവർകം ഓൾ ഇറ്റ് ആൻഡ് ഹി ഡിസ്ട്രോയ്ഡ് ദ ഡെത്ത് ആൻഡ് ഹി വാസ് എക്സോൾട്ടഡ് അറ്റ് ദ റൈറ്റ് ഹാൻഡ് ഓഫ് ദ ഫാദർ. ആൻഡ് he is capable enough to extend his aid those who are being tempted or those who are passing through the ways of agonies. പ്രലോഭനങ്ങളിൽ പെട്ടവർക്കും പരീക്ഷിക്കപ്പെടുന്നവർക്കും അവൻ സഹായം കൊടുക്കുവാൻ കഴിവുള്ളവനാണ്. കാരണം ഇതേ അവസ്ഥയിലൂടെ കടന്നുപോയിട്ടുള്ളവനാണ് കർത്താവ് എന്ന് പറയുക. അപ്പം വേറൊരു കാര്യം കൂടെ ഉണ്ട്.
all the pains, sufferings of the congregation is being identified with the pain and suffering of the Christ, or otherwise Christ himself followed the path of pain and agonies and temptation in his earthly life. Similarly, each follower of the Christ should have followed the path of this temptation, the path of the agonies and persecution, everything, but beware that the presence of God will be a great aid for you. നമുക്ക് ഈ പാതയിലൂടെ നടന്നു പോകുമ്പോൾ ക്രിസ്തു സാന്നിധ്യം ഒരു അനുഗ്രഹകരമായി മാറും എന്നുള്ളതാണ്, സഹായകരമായിട്ട് മാറും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരുപക്ഷെ ഈ ലാസ്റ്റിലത്തെ വേഴ്സ് ഇറ്റ് ഈസ് എ പ്രാക്ടീസ് ഓറിയന്റഡ് വൺ. അത് നമുക്കൊരു ഓർത്തോ പ്രാക്ടീസ് ആയിട്ട് കരുതാവുന്നതേ ഉള്ളൂ. നമ്മുടെ ജീവിതത്തിലും അങ്ങനെ തന്നെയാണല്ലോ. ഒത്തിരി പ്രയാസങ്ങളും ദുഃഖങ്ങളും പ്രലോഭനങ്ങളും പ്രതിസന്ധികളും ഒക്കെ വരുമ്പോൾ ഈ ഒരു വാക്യം നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരട്ടെ. താൻ പരീക്ഷിതനായ കഷ്ടം അനുഭവിച്ചിരിക്കാൻ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ കഴിവുള്ളവനാകും. നമ്മുടെ ഉയർച്ചകളിലും താഴ്ചകളിലും വേദനകളിലും ഒക്കെ കർത്താവ് ഇതേ അവസ്ഥയിലൂടെ കടന്നുപോയിട്ടുള്ളത് കൊണ്ട് നമ്മുടെ അവസ്ഥയിൽ കൈനീട്ടി നമ്മളെ സഹായിക്കാൻ കഴിവുള്ളവനാകുന്നു എന്നുള്ള ഒരു വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു വേഴ്സോട് കൂടിയാണ് ഈ കാര്യങ്ങൾ അവസാനിപ്പിച്ചേക്കുന്നത്. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. There is a beautiful methodology in it. ഇതിനകത്തിൽ ഒരു വളരെ മനോഹരമായ ഒരു രീതിശാസ്ത്രം കാണാം. The first one is theological exhortation. ഒന്നാമത്തെ ഇത്രയും നേരം നമ്മൾ പറഞ്ഞതെല്ലാം തിയോളജിക്കൽ എക്സോർട്ടേഷൻ ആയിരുന്നു. യേശു ക്രിസ്തു എന്തിനു മനുഷ്യനായി, എന്തിനു വന്നു, ദൂതന്മാരെക്കാൾ അല്പം താഴ്ത്തി, ഇതെല്ലാം തിയോളജിയായിരുന്നു. ബട്ട് when it came to the end, at the end, ഏറ്റവും അവസാനം വന്നപ്പം പറയുന്നത് എന്താണെന്ന് അറിയാമോ? ഈ all the theologies ഇതെല്ലാം സംഗ്രഹിച്ചിട്ട് അത് അവസാനം it becomes a practice oriented one. അത് ജനത്തിന് how it is relevant in our present life. ഇതാണ്. അപ്പോൾ പാസ്റ്റിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നു ആൻഡ് ഹൗ ദ പാസ്റ്റ് ഈസ് റെലവെന്റ് ഇൻ ദ പ്രസന്റ് ലൈഫ്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ നമ്മൾ എപ്പോഴും ഓർക്കുക, ഈ മിസിയാനിക് ഇവന്റ്സിനെ ഡിഫൈൻ ചെയ്യുന്നത് പാസ്റ്റിലാണെങ്കിലും അതിൻ്റെ എക്സ്പീരിയൻസ്, വി ആർ എക്സ്പീരിയൻസിങ് ഇറ്റ് ഇൻ ദ പ്രസന്റ് ആൻഡ് വി ആർ ആൻറ്റിസിപ്പേറ്റിംഗ് ഇറ്റ്സ് ഫുൾഫിൽമെന്റ് ഇൻ ദ ഫ്യൂച്ചർ. അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു രീതിശാസ്ത്രമാണ് കേട്ടോ, ഒരു തിയോളജിക്കൽ മെത്തഡോളജിയാണ്. എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു ജനിച്ചു, മരിച്ചു, ഉയർത്തെഴുന്നേറ്റു, ഇതൊരു പാസ്റ്റ് ഇവന്റാണ്. പക്ഷെ ആ പാസ്റ്റ് ഇവന്റിനെ മീനിങ് ഫുൾ ആയിട്ട് പ്രസന്റിൽ രേഖപ്പെടുത്തി ഈ കഷ്ടതയും ഒക്കെ അനുഭവിച്ച കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്, അതുകൊണ്ട് നമ്മുടെ പരീക്ഷകളിൽ അവൻ നമ്മെ സഹായിക്കുമെന്ന് പറയുകയാണ്. അത് പ്രസന്റ് ലൈഫാണ്. പക്ഷെ അതോടൊപ്പം തന്നെ ഇനി ഭാവിയിൽ നമുക്ക് ഒരു വലിയ പ്രത്യാശയുടെ അനുഭവം നമുക്ക് ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നാം പ്രസ്താവിക്കുന്ന ഭാവി ലോകത്തെ അവൻ ദൂതന്മാർക്കല്ലല്ലോ കീഴ്പ്പെടുത്തിയതെന്നാ പറയുന്നത്. ഒരു ഭാവി ലോകം, ഒരു വേൾഡ് ഇൻ എ ഫ്യൂച്ചർ വേൾഡ്, ഒരു ഭാവി ലോകത്തെ കുറിച്ച് പ്രധാനമായിട്ടൊരു ആന്റിസിപ്പേഷൻ നൽകുക. അപ്പം ഈ പരീക്ഷയ്ക്ക് ഈ പറഞ്ഞതുപോലെ ഒന്നും ഉള്ള കാര്യങ്ങളൊന്നും ആയിരിക്കത്തില്ല ചോദിക്കുന്നത്. ഇതിനകത്തിലെ ചെറിയ നിങ്ങൾക്കറിയാമല്ലോ, ചെറിയ സെന്റൻസുകളോ വാക്യങ്ങളോ ഒക്കെ ആയിരിക്കും ചോദിക്കുന്നത്. എങ്കിലും നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ അത് ഇച്ചിരി വിശദമായിട്ട് പോകേണ്ടത് കൊണ്ട് നമ്മൾ ഓർക്കുക. അതുകൊണ്ട് അവസാന ഭാഗത്ത് പറയുന്ന ഇത്രയേ ഉള്ളൂ, ക്രൈസ്റ്റ് മെയ്ഡ് ലൈക്ക് ഹിസ് ബ്രദറൻ. ക്രിസ്തു നമ്മളെ സഹോദര പദവിയിലേക്ക് ഉയർത്തി. ഹി വാസ് വെരി മേഴ്സിഫുൾ ആൻഡ് ഫെയ്ത്ത്ഫുൾ ഹൈ പ്രീസ്റ്റ്. കരുണയുള്ളവനും വിശ്വസ്തനുമായ മഹാപുരോഹിതനാണ്. ഹി ഹിംസെൽഫ് ടെംപ്റ്റഡ്, സഫേർഡ് ആൻഡ് ഡൈഡ്. അവൻ പരീക്ഷിക്കപ്പെടുകയും പ്രലോഭനത്തിലൂടെ കടന്നു പോവുകയും മരിക്കുകയും ചെയ്തു. ഹെൻസ് ഹി ഈസ് ഏബിൾ ടു എയ്ഡ് ദോസ് ഹു ആർ ബീയിങ് ടെംപ്റ്റഡ്. അതുകൊണ്ട് ആരൊക്കെ പരീക്ഷയിൽ ഉൾപ്പെടുന്നോ അവരെയെല്ലാം സഹായിക്കാൻ കർത്താവ് ശക്തനാണെന്നുള്ളൊരു പോസിറ്റീവ് മെസ്സേജ് കൊടുത്ത് ആ ചാപ്റ്റർ ക്ലോസ് ചെയ്യുകയാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ചില ആശയങ്ങൾ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ പറഞ്ഞ ആദ്യം പറഞ്ഞ മൂന്ന് ആശയങ്ങൾ നമ്മൾ ദൈവത്തിന്റെ രക്ഷാകര വചനത്തിന് കാതോർക്കണം, ജീസസിന്റെ സുപ്രീമസി, പിന്നെ അദ്ദേഹത്തിന്റെ റിഡംറ്റീവ് വർക്ക്, പിന്നെ ക്രൈസ്റ്റ് ബ്രിങ്സ് ഗ്ലോറി ടു ഹിസ് പീപ്പിൾ. അതാണ്
ആയി ക്രിസ്തു വന്ന് നമ്മളെ മഹത്വത്തിലേക്ക് ഉയർത്തി. ഹി ബ്രിങ്സ് ഗ്ലോറി ടു ഹിസ് പീപ്പിൾ ത്രൂ ഹിസ് ഹൈ പ്രീസ്റ്റ്ലി മിനിസ്ട്രി എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. എനിക്കറിയാം ഇത് ഈ എബ്രായ ലേഖനം എന്ന് പറഞ്ഞാൽ ഇതല്പം ഇച്ചിരി തിയോളജിക്കലി റിച്ച് ആയിട്ടുള്ളൊരു ലേഖനമാണ്. ഒത്തിരി ഓൾഡ് ടെസ്റ്റ്മെന്റ് ബാക്ക്ഗ്രൗണ്ടുകളൊക്കെ ഉണ്ട്. അല്പം ഡ്രൈ ആയിട്ട് ഇത് ഫീൽ ചെയ്യത്തുള്ളൂ എന്നുള്ളത് എനിക്കറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ നമ്മൾ അതിനകത്തിൽ പോസിറ്റീവായിട്ട് നിങ്ങൾ എല്ലാവരും ഇതിനെ കാണുന്നു എന്നുള്ളത് ഒത്തിരി സന്തോഷകരമായ കാര്യമാണ്. കാരണം നമുക്കിത് ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് വായിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ അതിൻ്റെ ആഴങ്ങൾ മനസ്സിലാവും. നമ്മളിതൊന്ന് മനസ്സിലാക്കിയിട്ട് ഈ സെക്കൻഡ് ചാപ്റ്റർ ഒന്ന് വായിക്കുമ്പം കുറച്ചുകൂടെ നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാകും. ഞാൻ നിങ്ങൾക്ക് ഇംഗ്ലീഷും മലയാളവും ഇനി കുറച്ചുകൂടെ വായിക്കാം. എന്തെങ്കിലും സംശയങ്ങൾ അതിനെ സംബന്ധിച്ച് ഇപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. അറിയാവുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. അല്ലെങ്കിൽ ഞാൻ പിന്നീട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറഞ്ഞുതരാം. അച്ഛാ, സമയം ഒത്തിരി എടുത്തോ? അച്ഛാ, സമയം എക്സീഡ് ആയോ? 9:45 അല്ലേ? എല്ലാരും ഇത്രയും പേര് സംശയങ്ങൾ ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് അവർ വേണമെങ്കിൽ മെസ്സേജ് അയച്ച് ചോദിക്കുകയാണെങ്കിൽ അതായിരിക്കുമല്ലോ നല്ലത്. അപ്പൊ അച്ഛനൊന്ന് പ്രിപ്പയർ ആയിട്ട് പറയുകയും ചെയ്യാം. എനിക്ക് തോന്നുന്നത് ഇത്രയും നിങ്ങൾ പ്രയാസപ്പെടുന്നു. ഇങ്ങനെ ഞാനൊരു ഇത്രയൊന്നും പരീക്ഷയ്ക്ക് ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കുമല്ലോ ചോദിക്കുന്നത്. എങ്കിലും ഒരു അധ്യായത്തിന്റെ ബേസും അതിന്റെ കോണ്ടെക്സ്റ്റും ഒക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. നിങ്ങളെല്ലാവരും അത് വളരെ ശ്രദ്ധയോടെ കേട്ടിരിക്കുന്നു എന്നുള്ളതും വളരെ സന്തോഷകരമായ കാര്യമാണ്. എനിക്കും ഇതൊരു പേഴ്സണലി പഠനത്തിനുള്ള ഒരു അവസരം കൂടാണ്. ഒത്തിരിയും എക്സ്പ്ലനേഷൻസ് ഇതിനെ സംബന്ധിച്ച് ഒത്തിരി ഉണ്ട്. പിന്നെ നമ്മൾ അത്രയൊന്നും ആവശ്യമില്ലാത്തത് കൊണ്ട് മാത്രം ഞാൻ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞു പോകുന്നത് എന്നുള്ളത് അറിയിക്കുന്നു. അച്ഛാ. ഓക്കെ, താങ്ക് യു അച്ഛൻ. നമ്മുടെ ബൈബിൾ സ്റ്റഡി ക്ലാസ് വളരെ അനുഗ്രഹപ്രദമായിട്ട് മുന്നോട്ട് പോകുന്നു. ഇതിപ്പോ ഇന്നത്തെ 3ാമത്തെ ക്ലാസ് ആണ്. നല്ല ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് എടുത്ത് തന്ന ബഹുമാനപ്പെട്ട നിതിൻ അച്ഛനോടുള്ള പ്രത്യേകമായിട്ടുള്ള സന്തോഷം, നന്ദിയും ഈ സമയത്ത് എല്ലാവർക്കും വേണ്ടി അച്ഛനോട് അറിയിക്കുകയാണ്. ഇനിയും നമുക്ക് ക്ലാസ്സുകൾ എല്ലാ മാസത്തെയും അവസാനത്തെ ബുധനാഴ്ച ബഹുമാനപ്പെട്ട അച്ഛൻ ക്ലാസ് എടുക്കും. താങ്ക് യു സോ മച്ച് അച്ഛൻ. അച്ഛൻ, ഞാനൊരു അപ്പോളജി ആയിട്ട് അച്ഛനൊന്ന് അക്സെപ്റ്റ് ചെയ്യണേ കേട്ടോ അച്ഛാ. ഇവർക്ക് നോട്ട്സ് കൊടുക്കാമെന്ന് പറഞ്ഞായിരുന്നു കഴിഞ്ഞ 2 ക്ലാസ് ആയിട്ട് പറഞ്ഞിട്ട്. പക്ഷെ എനിക്ക് സിൻസിയർ ആയിട്ട് അത് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ എന്തായാലും അടുത്ത ആഴ്ചത്തേക്ക് ഞാൻ അത് ചെയ്യാം അച്ഛാ കേട്ടോ. കാരണം ഞാൻ ബ്രീഫായിട്ട് ചെയ്താൽ മതി. ചെയ്യാം അച്ഛാ. ചെയ്ത് ഞാൻ അച്ഛൻ ഒരു കാര്യം ഞാൻ ടെക്സ്റ്റ് ചെയ്ത് അച്ഛൻ അങ്ങ് തരാം. അച്ഛൻ അത് ഗ്രൂപ്പിലൊന്ന് ഷെയർ ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു സോ മച്ച്. 1-2 കാര്യം ഒന്ന് അറിയിച്ചോളട്ടെ.